ഹായ്, എല്ലാവരും അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ റിവിഷനൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ 6th ചാപ്റ്റർ, ജോഗ്രഫിയുടെ 6th ചാപ്റ്ററിൻ്റെ ഒരു റിവിഷനാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഈ ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ വരാം, എങ്ങനെയൊക്കെ വരാം, എവിടെ നിന്നൊക്കെ വരാം, എത്ര മാർക്കിന് വരാം, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് കൊണ്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും നല്ല ശ്രദ്ധയോടെ ഇരിക്കുക. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്ലാസ് കണ്ടു കഴിയുമ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു അടിപൊളിയായിട്ട് ഈ ചാപ്റ്റർ എങ്ങനെ പഠിക്കണം, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്നൊരു ഐഡിയ എന്തായാലും എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. ഒരു എസ്സേ ക്വസ്റ്റ്യൻ ഉറപ്പിച്ചോ, ഒരു എസ്സേ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്നായിരിക്കും സെക്കൻഡ് ടൈമിന് ചോദിക്കാനായിട്ട് പോകുന്നത്. നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേര് ഐസ് ഇൻ ദ സ്കൈ ആൻഡ് അനാലിസിസ് ഓഫ് ഇൻഫോർമേഷൻ. കേട്ടോ, ആകാശ കണ്ണുകളും അറിവിന്റെ വിശകലനവും എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ആദ്യം നമുക്ക് നോക്കാനുള്ള ചോദ്യം എന്താണ് റിമോട്ട് സെൻസിങ് അഥവാ വിദൂര സംവേദനം. It is a method of collecting information about object, place or phenomena without actual physical contact is remote sensing. അതായത് ഒരു വസ്തുവിനെയോ ഒരു പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ ഒരു സ്പർശബന്ധം കൂടാതെ നമ്മൾ വിവരം ശേഖരിക്കുന്ന രീതിയാണ് എന്ന് പറയുന്നത് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ചോദിക്കാൻ സാധ്യതയുണ്ട്. 2 മാർക്കിൻ്റെയൊക്കെ സെക്ഷനിൽ ചിലപ്പോൾ കയറി വരാം. അറിഞ്ഞിരിക്കണം കേട്ടോ, എന്താണ് നമ്മുടെ റിമോട്ട് സെൻസിങ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ റിമോട്ട് സെൻസിങ് മനസ്സിലായിട്ടുണ്ട് എന്താണെന്നുള്ളത്. ഒന്നുമില്ല, ഒരു ഒബ്ജക്റ്റ് ആയിക്കോട്ടെ, പ്ലേസ് ആയിക്കോട്ടെ, ഫിനോമിനൺ ആയിക്കോട്ടെ, അതിനെക്കുറിച്ച് നമുക്കൊരു ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ലാതെ പഠിക്കുന്ന രീതിയാണെന്ന് പറയുന്നത് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് ഈ റിമോട്ട് സെൻസിങ്ങിൽ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. സാധാരണയായിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കാനുള്ളത് ചാക്കോ സാറാണ്. അപ്പോൾ നമ്മുടെ ചാക്കോ സാറിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇങ്ങനെ എടുക്കുകയാണ്, ചാക്കോ സാറിനെ കുറിച്ചൊന്ന് പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ചാക്കോ സാറിൻ്റെ മുടി എങ്ങനെയാണ്, ഫേസ് എങ്ങനെയാണ്, ഇതൊക്കെ അറിയാനായിട്ട്. അപ്പോൾ ഒരു ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ടോ അവിടെ? ഇല്ല, ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ല. ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു മൊബൈൽ ക്യാമറ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ആ ഒരു ഫോട്ടോ എടുത്തത്. സോ അതിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്, ഞാനിപ്പോൾ ഉപയോഗിച്ചൊരു ഡിവൈസാണ് ആക്ച്വലി എന്ത് പറയുന്നത്, മൊബൈൽ ക്യാമറ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യാമറ സെൻസർ, ഈ 2 സംഗതികളാണ്, ക്യാമറ സ്കാനർ, ഈ 2 സംഗതികളാണ് എന്ത് പറയുന്നത് റിമോട്ട് സെൻസിങ്ങിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. ഈ റിമോട്ട് സെൻസിങ് അഥവാ വിദൂര സംവേദനത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് സെൻസറുകൾ എന്ന് പറയുന്നത്. അറിഞ്ഞിരിക്കണം. ദ ഡിവൈസ് യൂസ്ഡ് ഫോർ ഡാറ്റ കളക്ഷൻ ഈസ് നോൺ ആസ് റിമോട്ട് സെൻസിങ്. ഒന്നുകൂടെ, ദ ഡിവൈസ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ ഡാറ്റ കളക്ഷൻ ഈസ് നോൺ ആസ് റിമോട്ട് സെൻസിങ്. റിമോട്ട് സെൻസിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് സെൻസറുകൾ എന്ന് പറയുന്നത്. മലയാളത്തിൽ സംവേദകങ്ങൾ എന്നും അവിടെ പറയാറുണ്ട്. ഇനി അതിന് ഉദാഹരണമാണ് ക്യാമറയും അതേപോലെ സ്കാനറും. ക്യാമറ, സ്കാനർ അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ 1 മാർക്കിന്റെ ചോദ്യം ഇങ്ങനെയായിരിക്കുള്ളൂ ചോദിക്കുന്നത്. ദ ഡിവൈസ് യൂസ്ഡ് ഫോർ റിമോട്ട് സെൻസിങ്, യൂസർ ഇൻ റിമോട്ട് സെൻസിങ് ഈസ് നോൺ ആസ് എന്താ സെൻസറുകൾ അഥവാ സംവേദനങ്ങൾ എന്നാണ് അർത്ഥം. വിദൂര സംവേദനത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് എന്ത് പറയുന്നത്, ഈ പറയുന്ന സെൻസറുകൾ അഥവാ സംവേദകങ്ങൾ. ഇനി അടുത്തൊരു ചോദ്യമാണ് പ്ലാറ്റ്ഫോം. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളാണ്. പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഈ റിമോട്ട് സെൻസിങ്ങിൽ നമ്മൾ ക്യാമറയോ സ്കാനറോ എവിടെയാണോ വെക്കുന്നത് ആ വെക്കുന്ന സ്ഥലത്തെ പറയുന്ന പേരാണ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ദ കാരിയർ ഓൺ വിച്ച് സെൻസേഴ്സ് ആർ ഫിക്സഡ് ഈസ് കോൾഡ് പ്ലാറ്റ്ഫോം. ഫോർ എക്സാമ്പിൾ, നേരത്തെ സാറിന്റെ ഫോട്ടോ എടുക്കാനായിട്ട് ക്യാമറ ഞാൻ എവിടെയാണ് വെച്ചത്, എൻ്റെ കയ്യിൽ വെച്ചിട്ടല്ലേ ഫോട്ടോ എടുത്തത്. സോ എൻ്റെ കൈയാണ് അവിടുത്തെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അതായത് വിദൂര സംവേദനം എന്ന് പറയുമ്പോൾ ഒരു വലിയ പ്രദേശത്തെയോ അല്ലെങ്കിൽ പ്രതിഭാസത്തെയോ കുറിച്ചിട്ടായിരിക്കുമല്ലോ പഠിക്കുന്നത്. മനസ്സിലാവാൻ എളുപ്പത്തിനാണ് ഞാനൊരു സാറിന്റെ ഫോട്ടോ എടുക്കുന്ന കാര്യം പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വലിയ പ്രദേശത്തിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് ക്യാമറ ചിലപ്പോൾ ഘടിപ്പിക്കുന്നത്, ഫിക്സ് ചെയ്യുന്നത് വല്ല വിമാനങ്ങളിലോ ബലൂണുകളിലോ ഉപഗ്രഹങ്ങളിലോ ഒക്കെ ആയിരിക്കും. സോ അവിടെ വെക്കുന്ന സ്ഥലം ഏതാണോ ആ സ്ഥലത്തെ നമ്മൾ പറയുന്നതാണ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞേ, പ്ലാറ്റ്ഫോം. അപ്പോൾ എന്താണ് പ്ലാറ്റ്ഫോം എന്ന് ചോദിച്ചാൽ ഇത്രയും പറഞ്ഞാൽ മതി. ദ കാരിയർ ഓൺ വിച്ച് ദ സെൻസേഴ്സ് ആർ ഫിക്സഡ് ഈസ് കോൾഡ് പ്ലാറ്റ്ഫോം. അതായത് എവിടെയാണോ വിദൂര സംവേദനത്തിനായിട്ട് നമ്മുടെ ക്യാമറയോ സ്കാനറോ ഘടിപ്പിക്കുന്ന ആ ഒരു പ്രതലത്തെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇപ്പൊ 3 ചോദ്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇത് 3ഉം ചെറിയ മാർക്കിന്റെ ചോദ്യങ്ങളായിട്ട് ചോദിക്കാവുന്നതാണ്. എന്താണ് വിദൂര സംവേദനം, റിമോട്ട് സെൻസിങ്. 2, എന്താണ് സംവേദകങ്ങൾ അഥവാ സെൻസറുകൾ. 3, എന്താണ് പ്ലാറ്റ്ഫോം എന്നുള്ളതും അടക്കം. ഓക്കെ, ഇനി റിമോട്ട് സെൻസിങ്ങിനെ എനർജിയുടെ ബേസിൽ, അതിന് കിട്ടുന്ന ഊർജത്തിന്റെ അടിസ്ഥാനത്തിൽ റിമോട്ട് സെൻസിങ്ങിനെ 2ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് റിമോട്ട് സെൻസിങ് ബേസ്ഡ് ഓൺ എനർജി. അതായത് ഊർജ ഉറവിടത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സോ അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. നോക്കാം.
റിമോട്ട് സെൻസിങ്ങിനെ രണ്ടായിട്ട് തിരിച്ചേക്കുന്നത് പാസീവ് റിമോട്ട് സെൻസിങ് എന്നും ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്നും. എന്താണ് പാസീവ് റിമോട്ട് സെൻസിങ്, ആക്റ്റീവ് റിമോട്ട് സെൻസിങ്? പാസീവില് ഇത്രയും ഓർത്തിരുന്നാൽ മതി, സോളാർ എനർജിയുടെ സഹായത്തോടെ, സൗരോർജ്ജത്തിന്റെ സഹായത്തോടെ നടത്തുന്നത് പാസീവ് റിമോട്ട് സെൻസിങ്. അതേപോലെ ആർട്ടിഫിഷ്യൽ സോഴ്സ് ഓഫ്, ആക്റ്റീവ് ആർട്ടിഫിഷ്യൽ, അങ്ങനെ കണക്ട് ചെയ്താലും കിട്ടും. ആർട്ടിഫിഷ്യൽ സോഴ്സ് ഓഫ് എനർജിയുടെ സഹായത്തോടെ നമ്മൾ നടത്തുന്നതാണ് എന്ത് പറയുന്നത്, ഈ പറയുന്ന ആക്റ്റീവ് റിമോട്ട് സെൻസിങ്. അപ്പൊ സോളാർ എനർജി ആണെങ്കിൽ പാസീവ്, അഥവാ സൗരോർജ്ജം ആണെന്നുണ്ടെങ്കിൽ പാസീവ് റിമോട്ട് സെൻസിങ്. അതേപോലെ ആക്റ്റീവ് റിമോട്ട് സെൻസിങ് ആണെങ്കിലോ ആക്റ്റീവ് ആർട്ടിഫിഷ്യൽ, അങ്ങനെ കണക്ട് ചെയ്താലും അവിടെ കിട്ടും. ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയായിരിക്കുള്ളൂ, വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻസ് ഓഫ് റിമോട്ട് സെൻസിങ് ബേസ്ഡ് ഓൺ എനർജി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഊർജ്ജ ഉറവിടത്തിന്റെ അടിസ്ഥാനത്തിൽ വിദൂര സംവേദനത്തെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ രണ്ടെണ്ണമാണ്, പാസീവും ആക്റ്റീവും. സോളാർ എനർജി ആണെന്നുണ്ടെങ്കിൽ അത് പാസീവ്. ഇനി ആർട്ടിഫിഷ്യൽ സോഴ്സ് ഓഫ് എനർജിയുടെ സഹായത്തോടെ ആണെങ്കിൽ അത് ആക്റ്റീവ് എന്നും പറയും. മലയാളത്തിൽ നോക്കാം, പരോക്ഷ വിദൂര സംവേദനം എന്നും പ്രത്യക്ഷ വിദൂര സംവേദനം എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് സൗരോർജ്ജത്തിന്റെ സഹായത്തോടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയും പരോക്ഷ വിദൂര സംവേദനം. ഇനി കൃത്രിമ ഊർജ്ജത്തിന്റെ സഹായത്തോടെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ പറയും പ്രത്യക്ഷ വിദൂര സംവേദനം എന്ന് പറയും. സിമ്പിൾ ആണ്, ഇത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പരീക്ഷയ്ക്ക് സെക്കൻഡ് ടൈം എക്സാമിന് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ച ഒരു ചോദ്യം ഇതായിരുന്നു, വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് റിമോട്ട് സെൻസിങ് ബേസ്ഡ് ഓൺ പ്ലാറ്റ്ഫോം? ഈ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനപ്പെടുത്തി വിദൂര സംവേദനത്തെ മൂന്നായി തിരിച്ചിട്ടുണ്ട്, അത് ഏതൊക്കെ എന്ന് ചോദിച്ചിരുന്നു. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ എസ്എ ക്വസ്റ്റ്യൻ ആയിരുന്നു. ദാറ്റ് മീൻസ് 6 മാർക്കിന്റെ ചോദ്യമായിട്ട് ചോദിച്ചിരുന്ന ചോദ്യം. ഓക്കെ, അപ്പോൾ ഈ 3 എണ്ണമാണ് നമുക്ക് അവിടെ എഴുതി എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടായിരുന്നത്. ഒന്ന് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി അഥവാ ഭൂതല ഛായാഗ്രഹണം. ഒന്നുമില്ല, നമ്മൾ ഒരു ഭൂമിയുടെ പ്രതലത്തിൽ നിന്നുകൊണ്ട് തന്നെ ഭൗമോപരിതലത്തിലുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയും ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി എന്ന് പറയും. ഒന്നുമില്ല, നമ്മൾ ഭൂമിയുടെ ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ട്, ഒരു ഭൂമി തന്നെ നിന്നുകൊണ്ട് അതിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയും എന്ത്, ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി അഥവാ ഭൂതല ഛായാഗ്രഹണം. സാർ എനിക്ക് ആ ഫോൺ ഒന്ന് തരൂ വേഗം, ഏതെങ്കിലും ഫോൺ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു സെൽഫി, ഈ ഒരു സെൽഫി ആയിക്കോട്ടെ, അതേപോലെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്നതായിക്കോട്ടെ, ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്, നമ്മുടെ ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫിക്ക് എക്സാമ്പിൾ ആണെന്ന് ആലോചിക്കുക. ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ ഇതേപോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ എക്സാമ്പിൾ ആയിട്ട് അവിടെ നോക്കിയേക്കുക. അടുത്തത് രണ്ടാമതാണ് ഏരിയൽ റിമോട്ട് സെൻസിങ്. എന്താണ് ഏരിയൽ റിമോട്ട് സെൻസിങ്? അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുണ്ട്. ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റോറി അറിഞ്ഞിരിക്കുക. ക്യാമറയോ സ്കാനറോ ഫിക്സ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ബലൂണിലോ എയർക്രാഫ്റ്റിലോ ആയിരിക്കുള്ളൂ. ഇത് ഫിക്സ് ചെയ്തിട്ട് ഈ ബലൂൺ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് ഇങ്ങനെ പറന്നു പോകുന്ന വഴിക്ക് ഇവൻ കംപ്ലീറ്റ് ആയിട്ട് ഈ താഴത്ത് കാണുന്ന സർഫസിന്റെ ഫോട്ടോ എന്ത് ചെയ്യും, ഇവൻ എടുത്തുകൊണ്ട് ഇരിക്കും. സോ ഈ ഒരു പ്രോസസ്സിനെയാണ് ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ഒരു വിമാനം, ആ വിമാനത്തിന്റെ അടിയിൽ ക്യാമറ ഫിക്സ് ചെയ്തിരിക്കുന്നു, അവൻ ഇങ്ങനെ പറന്നു പോകുന്ന വഴിക്ക് ഫുള്ള് ഇതിന്റെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കും. സോ അതിനെയാണ് ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ഇനി റിമോട്ട് സെൻസിങ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സാറ്റലൈറ്റ് ഈസ് നോൺ ആസ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്. അതായത് സാറ്റലൈറ്റുകളുടെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനമാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് അഥവാ ഉപഗ്രഹ വിദൂര സംവേദനം എന്ന് പറയുന്നത്. അപ്പോൾ 3 എണ്ണത്തിനെ കുറിച്ചും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും എല്ലാവർക്കും. ഈ ഭൂതല ഛായാഗ്രഹണം അഥവാ ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി, അത് വേറെ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല, അത്രേ ഉള്ളൂ. നമ്മൾ എർത്ത് സർഫസിൽ നിന്നുകൊണ്ട് തന്നെ എർത്തിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ ഫോട്ടോ എടുക്കുന്നു, കമ്പാരിറ്റീവ്ലി ഫ്രം എ ഹയർ എലവേഷൻ ഈസ് നോൺ ആസ് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി. ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് ഭൂമിയുടെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അത് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി. ബാക്കി 2 എണ്ണവും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനുണ്ട്. സോ നമുക്ക് നോക്കാം. ഒന്നാമതാണ് ഏരിയൽ റിമോട്ട് സെൻസിങ്. ഈ ഏരിയൽ റിമോട്ട് സെൻസിങ്ങിൽ ഈ പറയുന്ന ഒരു എയർക്രാഫ്റ്റ്, ഇതിന്റെ അടിയിൽ ക്യാമറ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇവൻ ഒന്നാമത്തെ ഫോട്ടോ എടുക്കുന്നു, ഇത്രയും ഭാഗം കിട്ടി. രണ്ടാമത്തെ ഫോട്ടോ എടുക്കുന്നു, ഇത്രയും ഭാഗം കിട്ടി. മൂന്നാമത്തെ ഫോട്ടോ എടുക്കുന്നു, ഇത്രയും ഭാഗം കിട്ടി. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിൽ നിന്നൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. തൊട്ട് മുമ്പെടുത്ത ഫോട്ടോയുടെ ഏകദേശം ഒരു 60% പാർട്ട്, 60% പാർട്ട് തൊട്ടടുത്ത ഫോട്ടോയിലും ഇൻക്ലൂഡഡ് ആയിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവമാണ് ഈ ഏരിയൽ റിമോട്ട് സെൻസിങ്ങിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഒരു വിമാനമോ എയർക്രാഫ്റ്റോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ബലൂൺ എന്തോ ആയിക്കോട്ടെ, അവനിങ്ങനെ പറന്നു പോകുന്ന വഴിക്ക് തൊട്ടടിയിൽ കാണുന്ന ആ ഒരു സർഫസിന്റെ ഫോട്ടോ അവൻ എടുത്തുകൊണ്ടായിരിക്കും പോകുന്നത്. അപ്പൊ അതിനെയാണ് എന്ത് പറയുന്നത്, ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് ദ ഓവർലാപ്പ് ഇൻ ഏരിയൽ റിമോട്ട് സെൻസിങ്? ഒന്നുമില്ല, തൊട്ട് മുമ്പെടുത്ത ചിത്രത്തിന്റെ ഒരു ഫോട്ടോയുടെ 60% പാർട്ട്, എത്ര ഭാഗമാണ്, 60% പാർട്ട് അതിനുശേഷമുള്ള ഇമേജിൽ ഉണ്ടാകും. അതിനെ നമ്മൾ പറയും ഈ പറയുന്ന ആകാശീയ വിദൂര സംവേദനത്തിലെ ഓവർലാപ്പ് എന്ന് പറയും. ഓവർലാപ്പ് ഇൻ ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് അവിടെ പറയും. ഇപ്പൊ ഈ ഒരു ഇമേജ് നോക്കി, എടാ ഇവൻ ആദ്യത്തെ ഫോട്ടോ എടുത്തു, ഇത് എ, ഇത് ബി, ഇത് സി. ഇതിൽ
ബി എന്ന് പറയുന്ന ഒരു പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എ എന്ന് പറയുന്ന സംഭവത്തിലെ 60% അപ്പുറത്തുണ്ട്. സി എന്ന് പറയുന്ന പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിൽ ബി എന്ന് പറയുന്ന ആ ഒരു സെക്ഷന്റെ ഒരു 60 പാർട്ട് ഇപ്പുറത്തേക്കും കയറി വന്നിട്ടുണ്ട്. സോ ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയും ഓവർലാപ്പ് എന്ന് പറയും. ഇനി നോക്കി നിയർലി 60% ഓഫ് ദ പ്ലേസസ് ഡെപിക്റ്റഡ് ഇൻ ദ അഡ്ജസന്റ് ഫോട്ടോ ഈസ് ഇൻക്ലൂഡഡ്. ഓക്കെ, തുടർച്ച നിലനിർത്തുന്നതിന് സ്റ്റീരിയോസ്കോപ്പിന്റെ അതിപ്പോൾ നോക്കണ്ട, ഒരു പ്രദേശത്തിന്റെ ഏകദേശം 60% ഭാഗം കൂടി തൊട്ടടുത്ത ചിത്രത്തിൽ ഉണ്ടാകും. അതിന് നമ്മൾ പറയുന്നതാണ് ആകാശീയ വിദൂര സംവേദനത്തിലെ ഓവർലാപ്പ് എന്ന് പറയുന്നത്. ഇനി ഈ ഓവർലാപ്പോട് കൂടെ നമ്മൾ എടുക്കുന്ന പിക്ചേഴ്സ് ഉണ്ടല്ലോ, അത് 3D ആയിട്ട് കാണാനായിട്ട് നമ്മളൊരു ഡിവൈസ് ഉപയോഗിക്കും. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം, ആ ഒരു ഡിവൈസിന്റെ പേരാണ് സ്റ്റീരിയോസ്കോപ്പ്. ആ ഡിവൈസിന്റെ പേരാണ് എന്ന് പറയുന്നത് സ്റ്റീരിയോസ്കോപ്പ്. ഓക്കെ, ഇതെന്തിനാണ് ഇതേപോലെ എടുക്കുന്നതെന്നൊരു ചോദ്യം ചിലപ്പോൾ ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞേക്കണം, ഫോർ എൻഷുറിങ് കണ്ടിന്യൂറ്റി, ഒരു തുടർച്ച നിലനിർത്താനായിട്ടാണ് ഇത് നമ്മളിങ്ങനെ എടുക്കുന്നത്. പിന്നെ അതേപോലെ ഈ 3D കിട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് സ്റ്റീരിയോസ്കോപ്പ്. ഈ സ്റ്റീരിയോസ്കോപ്പിന്റെ ഉള്ളിൽ കൂടെ കാണുന്ന ഒരു പിക്ചർ ഉണ്ടാവും. സോ ആ ഒരു പിക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്ന് പറയും. കേട്ടോ, എന്താ പറയുന്നത്? സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്ന് പറയും. സോ ഈ സെക്ഷനിൽ നിന്ന് നമുക്ക് ഇത്രയും സെക്ഷൻസ് എന്ത് ചെയ്യാം, അവിടെ ഇത്രയും ഭാഗങ്ങൾ നമുക്ക് അവിടെ ചോദിക്കാം പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഇനി ഒരു 3 പാർട്ടുകൾ ഒന്ന് അറിഞ്ഞിരുന്നേക്കണം. അടുത്തടുത്ത 2 പിക്ചർ, ഓവർലാപ്പോട് കൂടെ നമ്മൾ എടുക്കുന്ന അടുത്തടുത്ത 2 പിക്ചർ, ഇത് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ പറയാം. ഇത് അടുത്തടുത്ത 2 പിക്ചർ അല്ലേ? ഇതേപോലെ തൊട്ടടുത്തുള്ള 2 പിക്ചേഴ്സിനെ നമ്മൾ പറയും സ്റ്റീരിയോ പെയർ. ഓക്കെ, ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ചിത്രങ്ങളെ നമ്മൾ പറയുന്ന പേരാണെന്ത്? സ്റ്റീരിയോ പെയർ എന്ന് പറയും. അതേപോലെ നമുക്ക് 3 ഡയമെൻഷണൽ വ്യൂ കിട്ടാൻ വേണ്ടി, തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു 3 ഡയമെൻഷണൽ വ്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ഉണ്ട്. ആ ഡിവൈസിന്റെ പേരാണ് സ്റ്റീരിയോസ്കോപ്പ്. എന്താ പറയുന്നത്? സ്റ്റീരിയോസ്കോപ്പ്. അപ്പോൾ 3D വ്യൂ കിട്ടാൻ വേണ്ടി സ്റ്റീരിയോസ്കോപ്പ്. ഇനി സ്റ്റീരിയോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഒരു വിഷൻ ഉണ്ടാകും. ആ ഒരു വിഷനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്ന് പറയും. എന്ത് പറയും? സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്ന് അവിടെ പറയും. അപ്പോൾ ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളെ നമ്മൾ പറയുന്നതാണ് സ്റ്റീരിയോ പെയർ. ഇനി രണ്ടാമതായിട്ട് ഇത് ഇങ്ങനെ കിട്ടിയ ഒരു ഇമേജസ് ഉണ്ടല്ലോ, അത് നമുക്ക് 3D ആയിട്ട് കാണാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് സ്റ്റീരിയോസ്കോപ്പ്. 3D ആയിട്ട് കാണാനായിട്ട് സ്റ്റീരിയോസ്കോപ്പ് ഉപയോഗിക്കും. അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കിട്ടുന്ന ആ ഒരു വിഷൻ ആണ് എന്ത് പറയുന്നത്? സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്നവിടെ പറയുന്നത്. അപ്പൊ സ്റ്റീരിയോ പെയർ മനസ്സിലായി, സ്റ്റീരിയോസ്കോപ്പ് മനസ്സിലായി, സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ മനസ്സിലായി. ഒരു 3 കണ്ടന്റുകൾ നമ്മൾ അവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇമ്പോർട്ടന്റ് ഏകദേശം ഒരു 99.99% ഉറപ്പ് ഇത് പരീക്ഷയ്ക്ക് ഉണ്ടാവും ഈ വരാൻ പോകുന്ന സെക്കൻഡ് ടൈം എക്സാമിന്. 4 മാർക്കിന്റെ സെക്ഷനിലായിരിക്കുള്ളൂ ഉണ്ടാകുന്നത്. കേട്ടോ, ഓർത്ത് വെച്ചോളണം ഈ പറയുന്ന ചോദ്യം. വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ഏരിയൽ റിമോട്ട് സെൻസിംഗ്? ആകാശ വിദൂര സംവേദനത്തിലെ പോരായ്മകൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ ആകാശ വിദൂര സംവേദനം എന്ന് പറയുമ്പോൾ ചിന്തിക്കുക, എടാ ആകാശത്ത് നിന്ന് എടുക്കുന്നതാ, അഥവാ ഏരിയൽ റിമോട്ട് സെൻസിംഗ് മോളിൽ നിന്നാണ് എടുക്കുന്നത്. ഈ ക്യാമറ ഫിക്സ് ചെയ്യുന്ന എവിടെ ആയിരിക്കുള്ളൂ? നമ്മുടെ ബലൂണിലോ എയർക്രാഫ്റ്റിലോ എവിടെയൊക്കെ ആയിരിക്കുള്ളൂ. നോക്കാം പ്രത്യേകതകൾ എന്താണെന്നുള്ളത്. ഒന്ന്, the shaking of the aircraft will affect the quality of the picture. ഈ വിമാനത്തിന് ഉണ്ടാകുന്ന കുലുക്കം ഉണ്ടല്ലോ, അത് ഈ ചിത്രത്തിന്റെ ഗുണമേന്മയെ ബാധിക്കും. 2, the aircraft require open space for take off and landing. ഇതിന് എല്ലാ സ്ഥലത്തും ലാൻഡ് ചെയ്യാനൊന്നും പറ്റൂല. ഒരു ഓപ്പൺ സ്പേസ് എപ്പോഴും ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനും ഇതിന് ആവശ്യമായിട്ട് വരും. It is not practical to take the photograph of the large area. അതായത് അതിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു വൈഡ് ഏരിയ അല്ലെങ്കിൽ ലാർജ് ഏരിയയുടെ പിക്ചറൈസേഷൻ അവിടെ പോസിബിൾ അല്ല. എന്താ പോസിബിൾ ആയാൽ? കുറച്ചും കൂടി ഉയർന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ലേ? ചിന്തിക്കാം. ഉയർന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കുന്ന ഫോട്ടോസിന്റെ ക്ലാരിറ്റി അവിടെ എന്ത് ചെയ്യും? കുറയും. സോ അതുകൊണ്ടാണ് പോസിബിൾ അല്ല എന്ന് പറഞ്ഞേക്കുന്നത്. ഇനി ലാൻഡിംഗ് ഓഫ് ദ എയർക്രാഫ്റ്റ് ഫ്രീക്വന്റ്ലി ഫോർ റീഫ്യൂവലിംഗ് ഇൻക്രീസ് ദ കോസ്റ്റ്. അതായത് ഇന്ധനം നിറയ്ക്കാനായിട്ട് ഇടയ്ക്കിടെ ഇത് താഴ്ത്തിറക്കുന്നത് എന്ത് ചെയ്യും? ഇതിന്റെ ചെലവ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അറിഞ്ഞിരിക്കണം, ഇത് ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് ചോദിച്ച് കാണാറുള്ള ഒരു ചോദ്യമാണ് ലിമിറ്റേഷൻസ് ഓഫ് ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മലയാളമാണ് ഈ തന്നേക്കുന്നത്. മലയാളമായി ഇംഗ്ലീഷ് വായിച്ച സമയത്ത് തന്നെ ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേക്കാം, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അടുത്തത് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്. എന്താണ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് എന്ന് ചോദിച്ചേക്കുന്നതിനേക്കാൾ കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ചേക്കുന്നത് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജിയോ സ്റ്റേഷനറി ആൻഡ് സൺ സിൻക്രോണസ് സാറ്റലൈറ്റ്. ഭൂസ്ഥിര സൗരസ്ഥിര ഉപഗ്രഹങ്ങളുടെ വ്യത്യാസം എഴുതുക. മിക്കവാറും ഈ വരുന്ന സെക്കൻഡ് ടൈം എക്സാമിന് 6 മാർക്കിന്റെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് ചോദിക്കാം. 2 രീതിയിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് ഓൺ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജിയോ സ്റ്റേഷനറി ആൻഡ് സൺ സിൻക്രോണസ് സാറ്റലൈറ്റ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമതായിട്ട് ചോദിച്ചേക്കുന്നത് റൈറ്റ് ഓൺ ദ ഫീച്ചേഴ്സ് ഓഫ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്, റൈറ്റ് ഓൺ ദ ഫീച്ചേഴ്സ് ഓഫ് സൺ സിൻക്രോണസ് സാറ്റലൈറ്റ്. ഓക്കെ, ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കുന്നത്. അപ്പോൾ
അറിഞ്ഞിരിക്കുക. അതിൽ ഈ ആദ്യം കാണിച്ചേക്കുന്നതാണ് അവിടെ ജിയോ സ്റ്റേഷനറി എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് അവിടെ പറഞ്ഞേക്കുന്ന സൺ സിൻക്രോണസ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹെഡിങ് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ചോദിച്ചു എങ്ങനെയാണെന്ന് അറിയോ? ഈ ജിയോ സ്റ്റേഷനറി സൺ സിൻക്രോണസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ട് പോയി. എന്നിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചത് ജിയോ സ്റ്റേഷനറിയുടെയും സൺ സിൻക്രോണസിന്റെയും ഫീച്ചേഴ്സ് മിക്സ് ആക്കിയിട്ട് അവിടെ നിന്നൊക്കെ ആയിട്ട് തന്നു. എന്നിട്ട് എഴുതാൻ പറഞ്ഞു, എടാ ജിയോ സ്റ്റേഷനറിയുടെ സൺ സിൻക്രോണസിന്റെയും ഫീച്ചേഴ്സ് ഒരു ടേബിൾ ആക്കി എഴുതാനായിട്ട് അവിടെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എഴുതാനായിട്ട് പറ്റണം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് നോക്കാം. ദ ഓർബിറ്റ് at the earth at an elevation of 36,000 km above the surface. അതായത് ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ജിയോ സ്റ്റേഷനറിയും സൺ സിൻക്രോണസും അറിഞ്ഞിരിക്കണം. ഈ ജിയോ സ്റ്റേഷനറി എന്ന് പറയുന്നത് എർത്തിന്റെ റൊട്ടേഷൻ സ്പീഡിനോടൊപ്പം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ സൺ സിൻക്രോണസ് എന്ന് പറയുന്നത് അവൻ റൊട്ടേറ്റ് ചെയ്യുന്നത് പോൾ ടു പോൾ ആണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ എർത്തിൽ നിന്നൊരു 36,000 കിലോമീറ്റർ നീങ്ങിയിട്ടാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ജിയോ സ്റ്റേഷനറി. എന്നാൽ എർത്തിൽ നിന്നും വെറും 900 കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? സൺ സിൻക്രോണസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അകലം കൂടുതലായതുകൊണ്ട് തന്നെ 1/3 ഓഫ് ദ എർത്ത് ഈസ് കംസ് അണ്ടർ ദ ഫീൽഡ് ഓഫ് വ്യൂ. അതായത് ഭൂമിയുടെ 1/3 ഭാഗം ഇവിടെ കവർ ആകുന്നുണ്ട്. അപ്പുറത്താണെങ്കിൽ അതിന്റെ ഫീൽഡ് ഓഫ് വ്യൂ അവിടെ ലെസ് ആണ്. ഇനി അടുത്തൊരു പോയിന്റ്, എർത്തിന്റെ മൂവ്മെന്റ് സ്പീഡ് എന്ന് പറയുന്നത് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന അതേ സ്പീഡിനോടൊപ്പം തന്നെയാണ് ആര് കറങ്ങുന്നത്? നമ്മുടെ ജിയോ സ്റ്റേഷനറി കറങ്ങുന്നത്. ഓക്കെ, മൂവ്മെന്റ് സ്പീഡ് ഈസ് കറസ്പോണ്ട് ടു ദ സ്പീഡ് ഓഫ് ദ എർത്ത് റൊട്ടേഷൻ. നെക്സ്റ്റ്, ഇപ്പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു അഡീഷണൽ പോയിന്റ് വേണമെങ്കിൽ അവിടെ എഴുതി ചേർക്കാം. ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നത് പോൾ ടു പോൾ ആണ് എന്നറിഞ്ഞിരിക്കുക. പോൾ ടു പോൾ റൊട്ടേഷൻ ആണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഇപ്പുറത്ത് ഇത് യൂസ്ഡ് ഫോർ ഡാറ്റ കളക്ഷൻ, നാച്ചുറൽ റിസോഴ്സ്, ലാൻഡ് യൂസ്, ഗ്രൗണ്ട് വാട്ടർ, ഇതൊക്കെ മനസ്സിലാക്കാനായിട്ടാണ് ഇവിടെ ഇത് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇപ്പുറത്താണെങ്കിലോ ദിസ് ഹെൽപ്പ് ഇൻ കണ്ടിന്യൂസ് ഡാറ്റ കളക്ഷൻ ഓഫ് ആൻ ഏരിയ. അതായത് ഒരു സ്ഥലത്തെ കുറിച്ചിട്ടുള്ള സ്ഥിരമായിട്ടുള്ള വിവര ശേഖരണത്തിനായിട്ടാണ് അവൻ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത്, ദ സാറ്റലൈറ്റ്സ് ആർ മെയിൻലി യൂസ്ഡ് ഫോർ റിമോട്ട് സെൻസിങ് പർപ്പസ്. ഇമ്പോർട്ടൻറ്റ്, റിമോട്ട് സെൻസിങ് പർപ്പസിനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ആരെയാണ്? നമ്മുടെ സൺ സിൻക്രോണസ് സാറ്റലൈറ്റിനെയാണ് എന്നറിഞ്ഞിരിക്കുക. ഇനി ഇവിടെ ടെലികമ്മ്യൂണിക്കേഷനും വെതർ സ്റ്റഡീസിനും ഉപകാരപ്പെടുത്താറുണ്ട് എന്നറിയാം. പക്ഷേ ഇപ്പുറത്തെന്തിനു വേണ്ടിയിട്ടാണ്? നാച്ചുറൽ റിസോഴ്സ്, ലാൻഡ് യൂസ്, ഗ്രൗണ്ട് വാട്ടർ, ഇതൊക്കെ മനസ്സിലാക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ അറിഞ്ഞിരിക്കണം. ഒരു മാർക്കിന്റെ ചോദ്യം ചിലപ്പോൾ ചോദിക്കാം. എക്സാമ്പിൾ ആണ് ഇൻസാറ്റ്, ഭൂസ്ഥിരം ഇൻസാറ്റ്, ജിയോ സ്റ്റേഷനറിയുടെ എക്സാമ്പിൾ ഇൻസാറ്റ്. അതേപോലെ സൗരസ്ഥിരത്തിന്റെ എക്സാമ്പിൾ ആണ് ഏതൊക്കെ? അഥവാ സൺ സിൻക്രോണസിന്റെ എക്സാമ്പിൾ ആണ് IRS-ഉം ലാൻഡ്സാറ്റും. ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തിരി സമയം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ചോദ്യം പഠിക്കാതെ ഒരു കാരണവശാലും പരീക്ഷയ്ക്ക് പോയേക്കരുത്. എന്തായാലും പരീക്ഷയ്ക്ക് ഒരു 100% നമുക്ക് ഉറപ്പ് പറയാവുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഓക്കെ, അതിന്റെ മലയാളമാണ്. ഫുള്ളായിട്ട് വീണ്ടും വായിച്ച് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ്. 36,000 കിലോമീറ്റർ, ഇവിടെയാണെങ്കിലോ 900. നിരീക്ഷണ പരിധി 1/3 ഭാഗം, ഇവിടെയാണെങ്കിലോ നിരീക്ഷണ പരിധി കുറവ്. ഭൂമിയുടെ ഭ്രമണ വേഗത്തിനൊപ്പം സഞ്ചരിക്കും. ഇവൻ ധ്രുവങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്കാണ് സഞ്ചരിക്കുന്നത്. കൃത്യമായ ഇടവേളകളിൽ വിവരശേഖരണം നടത്താനായിട്ട് സാധിക്കുന്നു. ഓക്കെ, പക്ഷെ ഇവിടെയാണെങ്കിലോ സ്ഥിരമായ വിവരശേഖരണമായിരിക്കും നടത്തുന്നത്. പ്രകൃതി വിഭവം, ഭൂവിനിയോഗം, ഭൂഗർഭജലം മുതലായവയെ കുറിച്ചിട്ട് വിവരശേഖരണം നടത്തുന്നു. അപ്പുറത്താണെന്നുണ്ടെങ്കിൽ വാർത്താവിനിമയം, ദിനാന്തരീക്ഷത്തിനൊക്കെയാണ് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത്. ഇനി നമ്മുടെ വിദൂര സംവേദനത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏതാണെന്ന് ചോദിച്ചാൽ അത് സൗരസ്ഥിര ഉപഗ്രഹമാണ്. അടുത്തത് ഇന്ത്യയുടെ ഇൻസാറ്റ് ഇവിടെ എക്സാമ്പിൾ ആണ്. IRS-ഉം ലാൻഡ്സാറ്റും സൗരസ്ഥിരത്തിന് എക്സാമ്പിൾ ആണ്. ഈ എക്സാമ്പിളുകൾ പ്രധാനമായിട്ടും നോക്കിയേക്കണം. കാര്യം ഇത് ചിലപ്പോൾ ഒരു മാർക്കിന്റെ സെക്ഷനിൽ, അതായത് ഫസ്റ്റത്തെ A പാർട്ടിൽ എന്ത് ചെയ്യാം, അവിടെ ഒരു ചോദ്യമായിട്ട് ഇപ്പൊ പറഞ്ഞ ഈ ഒരു സെക്ഷൻ അവിടെ കയറി വരാം. ഓക്കെ, അടുത്തൊരു ചോദ്യം, സ്പെക്ട്രൽ സിഗ്നേച്ചർ. ഓക്കെ, ഈ സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ ചാപ്റ്ററിൽ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനും തന്നെ നമുക്ക് ഉണ്ടാക്കി എഴുതാൻ പറ്റാത്ത ചോദ്യങ്ങളാണ്. ബാക്കി സോഷ്യൽ സയൻസിൽ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മുടെ ഭാവനയിൽ നിന്നൊക്കെ എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കി പഠിക്കാൻ പറ്റും. പക്ഷേ ഇത് അങ്ങനെ നമുക്ക് പറ്റൂല. അങ്ങനത്തെ ചോദ്യങ്ങളാണ് ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ. സ്പെക്ട്രൽ സിഗ്നേച്ചർ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഒരു ഒബ്ജക്റ്റിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഓരോന്നിനും വ്യത്യാസമായിരിക്കും. എൻ്റെ മേത്ത് തട്ടി റിഫ്ലക്ട് ചെയ്യുന്നതായിരിക്കില്ല ഈ കാണുന്ന പേനയുടെ മേത്ത് തട്ടി റിഫ്ലക്ട് ചെയ്യുന്നത്. അതേപോലെ ആയിരിക്കില്ല ഒരു ബെഞ്ചിന്റെ മേത്ത് തട്ടി റിഫ്ലക്ട് ചെയ്യുന്നത്. ഓരോന്നിലും അത് വ്യത്യാസപ്പെട്ടിരിക്കും. സോ ഇത്രയേ ഉള്ളൂ. എന്താണ് സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് ചോദിച്ചാൽ ദ എമൗണ്ട് ഓഫ് എനർജി റിഫ്ലക്റ്റഡ് ബൈ ഈച്ച് ഒബ്ജക്ട് ഈസ് ഇറ്റ്സ് സ്പെക്ട്രൽ സിഗ്നേച്ചർ. പഠിച്ചു വെച്ചേക്കുക. ഓരോ ഒബ്ജക്റ്റിലും
തട്ടി റിഫ്ലക്ട് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ വ്യത്യാസം ഉണ്ടായിരിക്കും. സോ അതിനെയാണ് അതിന്റെ സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ദ എമൗണ്ട് ഓഫ് എനർജി റിഫ്ലക്റ്റഡ് ബൈ ഈച്ച് ഒബ്ജക്ട് ഈസ് ഇറ്റ്സ് സ്പെക്ട്രൽ സിഗ്നേച്ചർ സെറ്റ് ആണ്. ഓക്കെ, അപ്പോൾ സ്പെക്ട്രൽ സിഗ്നേച്ചർ മനസ്സിലായിട്ടുണ്ടാകും. ഓരോ ഒബ്ജക്റ്റിലും തട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ വ്യത്യാസപ്പെട്ടിരിക്കും. ഓരോ ഒബ്ജക്റ്റും റിഫ്ലക്ട് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന്റെ അളവിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ഈ പറയുന്ന സ്പെക്ട്രൽ സിഗ്നേച്ചർ സെറ്റ്. അടുത്തത് സാറ്റലൈറ്റ് ഇമേജറീസ്. എന്താണ് സാറ്റലൈറ്റ് ഇമേജറീസ്? അതായത് ഉപഗ്രഹ ചിത്രങ്ങൾ എന്ന് പറയും. ഒന്ന് നോക്കാം. ദ സെൻസേഴ്സ് ഓർ ആർട്ടിഫിഷ്യൽ ഡിസ്റ്റിംഗ്വിഷ് ഒബ്ജക്ട് ഓൺ ദ എർത്ത് സർഫസ് ബേസ്ഡ് ഓൺ ദ സ്പെക്ട്രൽ സിഗ്നേച്ചർ transmit the information in digital form to the terrestrial stations. This is interpreted with the help of computer and converted into picture format. This is called satellite imageries. പെട്ടെന്ന് ഒരു പ്രാവശ്യം വായിച്ചു നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയയും കിട്ടൂല. ഒരു കഥയായിട്ട് പറഞ്ഞുതരാം. ഈ സാറ്റലൈറ്റുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള ഫിക്സ് ചെയ്തിട്ടുള്ള സെൻസറുകൾ ഒന്ന് ആലോചിക്കുക. സെൻസേഴ്സ് അത് അവിടെ നിന്ന് ഡാറ്റ കളക്ട് ചെയ്തിട്ട് അത് ഒരു ഡിജിറ്റൽ ഫോമിലേക്ക് ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുക്കുന്നു. എങ്ങോട്ട് അയക്കുന്നു? ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനിലേക്ക് അയക്കുന്നു. ഈ ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനിലേക്ക് ഈ സംഭവം വന്ന ശേഷം പിന്നീട് എന്ത് സംഭവിക്കും? ഇത് നമുക്ക് ഹ്യൂമൻ റീഡബിൾ ഫോം ആയിരിക്കില്ല. അത് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ നമ്മൾ ഇമേജ് ഫോമിലേക്ക്, ഹ്യൂമൻ റീഡബിൾ ഫോം ആയിട്ടുള്ള ഇമേജ് ഫോമിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ കൺവേർട്ട് ചെയ്യുന്നു, നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. അപ്പൊ ഇത്തരത്തിൽ എടുക്കുന്ന ഇമേജസിനെ, ചിത്രങ്ങളെ നമ്മൾ പറയുന്നതാണ് സാറ്റലൈറ്റ് ഇമേജറീസ് അഥവാ ഉപഗ്രഹ ചിത്രങ്ങൾ എന്നുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടാകും. ഇനി നമുക്ക് അതിന്റെ മലയാളം ഡെഫിനേഷൻ കൂടെ നോക്കാം. കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള സെൻസറുകൾ ഭൂതലത്തിലെ വിവിധ വസ്തുക്കളെ തിരിച്ചറിഞ്ഞിട്ട് അവയുടെ സ്പെക്ട്രൽ സിഗ്നേച്ചറിന്റെ അടിസ്ഥാനത്തിൽ അത് തിരിച്ചറിഞ്ഞ് വിവരങ്ങൾ സംഖ്യാരൂപത്തിൽ, ദാറ്റ് മീൻസ് ഡിജിറ്റൽ ഫോമിൽ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഭൂതല കേന്ദ്രത്തിലേക്ക് അത് അയക്കുന്നു. അവ കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ വ്യാഖ്യാനിച്ച് ചിത്രരൂപത്തിലാക്കുന്നു. ഇവയെ നമ്മൾ പറയുന്ന പേരാണ് ഉപഗ്രഹ ചിത്രങ്ങൾ എന്ന് പറയുന്നത് സെറ്റ്. ഓക്കെ, ഇത്രയും കണ്ടന്റേ ഉള്ളൂ അവിടെ പഠിച്ചിരിക്കാനായിട്ട്. അപ്പൊ എന്താണ് ഈ പറയുന്ന സാറ്റലൈറ്റ് ഇമേജസ് അഥവാ ഇമേജറീസ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും. അടുത്തതാണ് ഇതേപോലെയുള്ള ഒരു കുഞ്ഞു ടേം സ്പേഷ്യൽ റെസല്യൂഷൻ. എന്താണ് സ്പേഷ്യൽ റെസല്യൂഷൻ? ഇത്രയേ ഉള്ളൂ. ഒരു സെൻസർ അതിന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ഏറ്റവും ചെറിയ വലുപ്പത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പേഷ്യൽ റെസല്യൂഷൻ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. ദ സൈസ് ഓഫ് ദ സ്മോളസ്റ്റ് ഒബ്ജക്ട് that can be recognized by a sensor is known as spatial resolution എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ക്യാമറ, സാധാരണ മൊബൈൽ ക്യാമറ, ഒരു DSLR ക്യാമറ ആലോചിച്ച് നോക്കുക. സ്വാഭാവികമായിട്ടും ഒരു ക്യാമറയ്ക്ക് ഏറ്റവും ചെറിയ വലുപ്പത്തെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. പക്ഷേ DSLR ക്യാമറ അല്ലെങ്കിൽ അതേപോലെ ഹൈ ക്വാളിറ്റിയുള്ള ഹൈ സ്പെക്കുള്ള ക്യാമറാസ് ആണെങ്കിൽ അതിന് അങ്ങനത്തെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവില്ല. സോ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സെൻസർ അതിന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ഏറ്റവും ചെറിയ വലുപ്പത്തെ ആയിരിക്കുള്ളൂ എന്ത് പറയുന്നത്? സ്പേഷ്യൽ റെസല്യൂഷൻ എന്ന് പറയുന്നത്. എൻ്റെ ഒപ്പം ഒരു പ്രാവശ്യം ഡെഫിനേഷൻ ഒന്ന് പറഞ്ഞു നോക്കി. ദ സൈസ് ഓഫ് ദ സ്മോളസ്റ്റ് ഒബ്ജക്ട് ഓൺ ദ സർഫസ് ദാറ്റ് എ സാറ്റലൈറ്റ് ക്യാൻ ഡിസ്റ്റിംഗ്വിഷ് അല്ലെങ്കിൽ റെക്കഗ്നൈസ് ഈസ് കോൾഡ് ഇറ്റ്സ് സ്പേഷ്യൽ റെസല്യൂഷൻ. ഒരു സെൻസറിന് തിരിച്ചറിയാൻ സാധിക്കുന്ന ഭൂതലത്തിലെ ഒരു വസ്തുവിന്റെ ഏറ്റവും ചെറിയ വലുപ്പമാണെന്ന് പറയുന്നത് അതിന്റെ സ്പേഷ്യൽ റെസല്യൂഷൻ എന്ന് പറയുന്നത്. കേട്ടോ, സ്പേഷ്യൽ റെസല്യൂഷൻ എന്നവിടെ പറയുന്നത് അറിഞ്ഞിരിക്കുക. ഓക്കെ, സ്പേഷ്യൽ റെസല്യൂഷൻ മനസ്സിലായിട്ടുണ്ടാകും. അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ചോദ്യം ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് സൈഡിൽ എഴുതി വെച്ചോളണം. ഇമ്പോർട്ടന്റ്, നമ്മുടെ മെറ്റീരിയൽ ആയിക്കോട്ടെ ടെക്സ്റ്റ് ബുക്കിൽ ആയിക്കോട്ടെ, മിനിമം പഠിച്ചു വെക്കേണ്ട പോയിന്റുകളുടെ എണ്ണം 5 പോയിന്റ്. കേട്ടോ, ഇത് ഏറ്റവും എളുപ്പമുള്ള 5 എണ്ണം പഠിച്ചു വെച്ചാൽ മതി. നോക്കാം. ഫോർ അസസ്മെന്റ് ഓഫ് വെദർ ആൻഡ് ഇറ്റ്സ് ഒബ്സർവേഷൻ, കാലാവസ്ഥാ പഠനങ്ങൾക്കായിട്ട്, ഓഷ്യൻ എക്സ്പ്ലോറേഷൻ, സമുദ്ര പരിവേഷണത്തിനായിട്ട്, ടു അണ്ടർസ്റ്റാൻഡ് ദ ലാൻഡ് യൂസ് ഓഫ് ആൻ ഏരിയ, അതായത് ഒരു പ്രദേശത്തെ ഭൂവിനിയോഗം മനസ്സിലാക്കുന്നതിനായിട്ട്, ഫോർ മോണിറ്ററിംഗ് ഫ്ലഡ് ആൻഡ് ഡ്രോട്ട്, അതായത് വരൾച്ച ബാധിത പ്രദേശങ്ങളൊക്കെ കണ്ടെത്തുന്നതിനായിട്ട്, അതേപോലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ മനസ്സിലാക്കുന്നതിനായിട്ട്, ഫോർ ഐഡന്റിഫൈങ് ഫോറസ്റ്റ് ഫയേഴ്സ് ഇൻ ഡീപ് ഫോറസ്റ്റ് ആൻഡ് ടു അഡോപ്റ്റ് കൺട്രോളിംഗ് മെഷേഴ്സ്, ഉൾവനങ്ങളിലെ കാട്ടുതീ മനസ്സിലാക്കുന്നതിനും അതേപോലെ അത് കൺട്രോൾ ചെയ്യാനായിട്ടും പറ്റുന്നതിന്, ടു കളക്ട് ഡാറ്റ റിഗാർഡിംഗ് ദ എക്സ്റ്റെന്റ് ഓഫ് ക്രോപ്സ് ആൻഡ് സ്പ്രെഡ് ഓഫ് പെസ്റ്റ് അറ്റാക്ക്, അതായത്
ചിലപ്പോൾ ഒരു കൃഷിസ്ഥലത്തിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും, സെന്റർ പോർഷനിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ പെസ്റ്റ് അറ്റാക്ക് പോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതെവിടെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഫോർ ഓയിൽ എക്സ്പ്ലോറേഷൻ, എണ്ണ പരിവേഷണത്തിന് ലാസ്റ്റ് പോയിന്റ് ടു ലൊക്കേറ്റ് ദ ഗ്രൗണ്ട് വാട്ടർ പൊട്ടൻഷ്യൽ ഇൻ ദ പ്ലേസസ്, ഭൂഗർഭജലത്തിന്റെ ലഭ്യത മനസ്സിലാക്കുന്നതിനായിട്ടും നമ്മൾ ഇത് ഉപയോഗപ്പെടുത്താറുണ്ട്. സോ ഇത്രയും കണ്ടന്റുകളെ പഠിക്കാനുള്ളൂ. ഇതിൽ ഏതെങ്കിലും 5 പോയിന്റ് മനസ്സിലാക്കിയിരിക്കണം. അതിൽ ചിലപ്പോൾ മിക്കവാറും 4 മാർക്കിന്റെ ഒരു സെക്ഷനിൽ ഒരു ചോദ്യം ഇതായിരിക്കും കേട്ടോ. അറിഞ്ഞിരിക്കണം. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം, ഈ കഴിഞ്ഞ പരീക്ഷകൾക്ക് കുറച്ച് നാൾ മുമ്പൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്പെക്ട്രൽ സിഗ്നേച്ചർ ഒന്നും അധികം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ടായില്ല. സ്പെക്ട്രൽ സിഗ്നേച്ചർ, സ്പേഷ്യൽ റെസൊല്യൂഷൻ, ആ കാര്യങ്ങളൊക്കെ. പക്ഷേ ഇപ്പോൾ ഈ ലാസ്റ്റ് കഴിഞ്ഞ പരീക്ഷകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഈ സ്പെക്ട്രൽ സിഗ്നേച്ചർ ഒക്കെ ഒരുപാട് ചോദിച്ചു കണ്ടേക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. സോ ഇപ്പോൾ ആ പറഞ്ഞതിന്റെ മലയാളം പോയിന്റ്സ് ആണ് ഇവിടെ തന്നേക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേക്കുക കേട്ടോ. ഓക്കെ, അടുത്താണ് ജോഗ്രഫിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം. ഓക്കെ, ചാപ്റ്റർ ഏകദേശം കഴിയാറായിരിക്കുന്നു. ജോഗ്രഫിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം. ജോഗ്രഫിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ റിമോട്ട് സെൻസിങ് ആയിക്കോട്ടെ, മറ്റ് സർവേ മെത്തേഡ്സ് ആയിക്കോട്ടെ, അതിലൂടെ കളക്ട് ചെയ്ത ഡാറ്റാസ് എല്ലാം ഒന്ന് കമ്പൈൽ ചെയ്തുകൊണ്ട്, ഒന്ന് ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ നമ്മൾ ഭൂപടങ്ങൾ അഥവാ മാപ്പുകൾ നിർമ്മിക്കുന്നു. സോ ഈ മാപ്പുകൾ നിർമ്മിക്കുന്ന ഈ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ പറയുന്നത് ജോഗ്രഫിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം. എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജ്? ഇത്തരം സോഫ്റ്റ്വെയറുടെ സഹായത്തോടെ മാപ്പുകൾ നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ള വിവരങ്ങൾ പെട്ടെന്ന് അതിൽ ആഡ് ചെയ്യാൻ പറ്റും. ആവശ്യമില്ലാത്ത വിവരങ്ങളാണെങ്കിലോ പെട്ടെന്ന് എടുത്ത് കളയാനായിട്ടും പറ്റും. സോ ഈ ഒരു സിസ്റ്റത്തെ നമ്മൾ പറയുന്നതാണ് മക്കളെ ജോഗ്രഫിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം. ഒന്നുകൂടെ പറഞ്ഞു തരാം. റിമോട്ട് സെൻസിങ്ങിലൂടെയും മറ്റ് സർവേ മെത്തേഡ്സിലൂടെയും നമ്മൾ കളക്ട് ചെയ്ത ഇൻഫോർമേഷൻസ് എല്ലാം കൂടെ ഒന്നിച്ചു ചേർത്ത് ഒരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ മാപ്പുകളാക്കി മാറ്റുന്നു. എന്താണ് ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ്? ആവശ്യമുള്ള വിവരങ്ങൾ കൂട്ടിച്ചേർക്കാൻ പറ്റും, ആവശ്യമില്ലാത്ത വിവരങ്ങൾ എടുത്തു കളയാനായിട്ടും പറ്റും. എക്സാമ്പിൾ, ഗൂഗിൾ മാപ്പ് ആലോചിക്കുക. മാസാമാസം അതിൽ അപ്ഡേറ്റ് വരുന്നത് എന്താണെന്നുള്ളത് ഈ ലെവലിൽ നിങ്ങൾക്ക് അവിടെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ജോഗ്രഫിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. പല സ്രോതസ്സുകളിൽ നിന്നും നമ്മൾ ശേഖരിക്കുന്ന വിവരങ്ങൾ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ നിവേശിപ്പിക്കുകയും, അതായത് കയറ്റുകയും അതിനുശേഷം അതിൽ ഭൂപടങ്ങളായിക്കോട്ടെ, ഗ്രാഫുകളായിക്കോട്ടെ, ഇതെല്ലാം നിർമ്മിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആവശ്യമുള്ള വിവരങ്ങൾ കൂട്ടിച്ചേർക്കാൻ പറ്റും, ആവശ്യമില്ലാത്ത വിവരങ്ങൾ അതിൽ നിന്ന് കളയാൻ പറ്റും. പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യം, ഈ GIS നിന്ന് ചോദിക്കാറുള്ള ഒരു ചോദ്യം, യൂസസ് ഓഫ് GIS ആണ് ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ചേക്കുന്നത്. യൂസസ് ഓഫ് GIS. പക്ഷേ ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ഈ സെക്ഷനിൽ നിന്ന് വന്നേക്കുന്ന ചോദ്യം യൂസസ് ഓഫ് GIS. അതിനോടൊപ്പം തന്നെ ചോദിച്ചേക്കുന്നതാണ് അനലിറ്റിക്കൽ കേപ്പബിലിറ്റീസ് ഓഫ് GIS എന്ന് പറയുന്നത് കേട്ടോ. അനലിറ്റിക്കൽ കേപ്പബിലിറ്റീസ് ഓഫ് GIS. ഓക്കെ, അതിൽ ഒരു 3 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതിന്റെ മലയാളത്തിൽ ഒന്ന് നോക്കിയേക്കാം കേട്ടോ, ഇപ്പൊ പറഞ്ഞേക്കുന്ന സെക്ഷൻസ്. ഓക്കെ, അപ്പൊ അനലിറ്റിക്കൽ കേപ്പബിലിറ്റീസ് ഓഫ് GIS നോക്കാം എന്തൊക്കെയാണ് എന്നുള്ളത്. അതിൽ ഒന്നാമത്തതാണ് ഓവർലേ അനാലിസിസ് എന്ന് പറയുന്നത്. ഓവർലേ അനാലിസിസ് എന്ന് പറയുന്നത് ഓവർലേ അനാലിസിസിലെ ഞാനിപ്പോൾ ഒരു ടേം പറഞ്ഞു തരാൻ പോവാണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഓവർലേ അനാലിസിസിൽ ചേഞ്ചസ്, അതായത് മാറ്റങ്ങൾ. ഒരു സ്ഥലത്ത് നിങ്ങളതൊരു ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു 14-15 വയസ്സുണ്ടാവും. നിങ്ങളുടെ നാട് ഒന്ന് മനസ്സിലാലോചിക്കുക. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പുറത്തോട്ട് റോട്ടിലോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു 10 വർഷം മുമ്പ് ആ ഒരു സ്ഥലം കണ്ടിരുന്നത് പോലെയാണോ ഇപ്പോഴുള്ളത്? ജസ്റ്റ് നിങ്ങളുടെ വീടൊന്ന് മനസ്സിലാലോചിക്കുക, ഒന്ന് കണ്ണടച്ച് മനസ്സിലാലോചിക്കുക. ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് എൻ്റെ വീട് എങ്ങനെയായിരുന്നു, ഇപ്പോൾ എൻ്റെ വീട് എങ്ങനെയാണ്? ചിലപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ടേബിളും ചെയറെങ്കിലും എന്ത് ചെയ്യും, ആ ഒരു പൊസിഷൻ മാറ്റിയിട്ടുണ്ടാവും. ചിലപ്പോൾ TV വെച്ചിരുന്ന ഒരു പൊസിഷൻ ചിലപ്പോൾ മാറ്റിയിട്ടുണ്ടാകും. അങ്ങനെ പല സ്ഥലങ്ങളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകും. ഓവർലേ അനാലിസിസ് ഇതാണ്, അനലൈസ് ദ ചേഞ്ചസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. അതായത് ഒരു സ്ഥലത്ത് കാലാനുസൃതമായിട്ട് വന്നേക്കുന്ന മാറ്റങ്ങളെ അനലൈസ് ചെയ്ത് പഠിക്കുന്നതാണ് ഓവർലേ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓവർലേ അനാലിസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് helpful in understanding the changes in an area of a crops, changes in the land use, etc. ഒരു സ്ഥലത്ത് കാലാനുസൃതമായിട്ട് വന്നേക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് ഓവർലേ വിശകലനം ഉപയോഗപ്പെടുത്തുന്നു. കഴിഞ്ഞു. 2, ബഫർ അനാലിസിസ്. എന്താണ് ബഫർ അനാലിസിസ്? അനലൈസ് ദ ആക്ടിവിറ്റീസ് അറൌണ്ട് എ പോയിന്റ് ഫീച്ചർ. ഒന്നും കൂടെ പറഞ്ഞു തരാം. അനലൈസ് ദ ആക്ടിവിറ്റീസ് അറൌണ്ട് എ പോയിന്റ് ഫീച്ചർ. ഒരു പോയിന്റ് ഫീച്ചർ, ആ ഒരു പോയിന്റ് ഫീച്ചറിന്റെ ചുറ്റും നടക്കുന്ന ആക്ടിവിറ്റിയെ കുറിച്ച് അനലൈസ് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്, ഈ പറയുന്ന ബഫർ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു
പോയിന്റ് ഫീച്ചർ. ഇത് നിങ്ങളുടെ സ്കൂളാണെന്ന് വിചാരിക്കുക. ഈ സ്കൂളിന്റെ ചുറ്റും ഒരു 100 മീറ്റർ ചുറ്റളവിൽ എന്ത് വിൽക്കാൻ പാടില്ല? പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാനായിട്ട് പാടില്ല. സോ ബഫർ അനാലിസിസ് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. അതായത് അനലൈസ് ദ ആക്ടിവിറ്റീസ് അറൌണ്ട് എ പോയിന്റ് ഫീച്ചർ. നമ്മുടെ സ്കൂളിന്റെ 100 മീറ്റർ ചുറ്റളവ്, ആ 100 മീറ്റർ ചുറ്റളവിൽ നടക്കുന്ന ആക്ടിവിറ്റി ആണെന്ത്? പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല എന്നുള്ളൊരു ആക്ടിവിറ്റി. ഇതാണ് ബഫർ അനാലിസിസിന് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല എക്സാമ്പിൾ. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതും ഇതേ എക്സാമ്പിൾ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ബഫർ അനാലിസിസ് എന്താണെന്ന് ചോദിച്ചാൽ അനലൈസ് ദ ആക്ടിവിറ്റീസ് അറൌണ്ട് എ പോയിന്റ് ഫീച്ചർ. ഒരു പോയിന്റ് ഫീച്ചറിന് ചുറ്റും നടക്കുന്ന ആക്ടിവിറ്റീസിനെ കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്ത് പഠിക്കുന്നതാണോ എന്ത്? ബഫർ അനാലിസിസ്. ഒരു പോയിന്റും കൂടെ പഠിച്ചേക്കണം. ഈ ചുറ്റും കാണുന്ന സോണിനെ നമ്മൾ പറയും ബഫർ സോൺ. എന്ത് പറയും? ബഫർ സോൺ എന്ന് പറയും. ബഫർ സോൺ. ഓക്കെ, അതുകൂടെ കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. സോ കഴിഞ്ഞു ബഫർ അനാലിസിസ് എന്ന് പറയുന്നത്. അതിന്റെ മലയാളത്തിൽ ആവൃത്തി വിശകലനം എന്ന് പറയും. ഇതിന്റെ മലയാളത്തിൽ ബഫർ സോണിന്റെ മലയാളത്തിൽ ആവൃത്തി മേഖല എന്ന് പറയും കേട്ടോ. എന്താ പറയുന്നത്? ആവൃത്തി മേഖല. ഒരു പോയിന്റ് ഫീച്ചർ, ആ ഒരു ബിന്ദുവിന് ചുറ്റും നടക്കുന്ന സവിശേഷതകളെ കുറിച്ച് പഠിക്കുന്നതാണ് എന്ത് പറയുന്നത്? ബഫർ അനാലിസിസ് അഥവാ ആവൃത്തി വിശകലനം എന്ന് പറയുന്നത്. മലയാളം കുറച്ച് നേരത്തെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതുകൊണ്ട് വേർഡ് ബൈ വേർഡ് വായിക്കുന്നില്ല. നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്കാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓരോ വേർഡ് ബൈ വേർഡ് വായിച്ച് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു പോകാനായിട്ട് നമുക്ക് ടൈം ഉണ്ടാവില്ല. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതാണോ ഇമ്പോർട്ടന്റ് അത് നിങ്ങൾക്ക് പെട്ടെന്ന് ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ തരിക എന്നുള്ളതാണ് നമ്മുടെ ക്ലാസ്സുകളുടെ ഉദ്ദേശം. ഓക്കെ, യെസ്. അടുത്താണ് നെറ്റ്വർക്ക് അനാലിസിസ്. ഓക്കെ, നെറ്റ്വർക്ക് അനാലിസിസിൽ നിങ്ങൾ മെറ്റീരിയലിലായിക്കോട്ടെ, പുസ്തകത്തിലായിക്കോട്ടെ, നോട്ട്ബുക്കിലായിക്കോട്ടെ അണ്ടർലൈൻ ചെയ്ത് വെച്ചോളണം. ലീനിയർ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് റോഡ്, റെയിൽവേ ലൈൻസ്, റിവേഴ്സ് എക്സെട്ര. അതായത് റോഡ് നെറ്റ്വർക്ക്, റെയിൽവേ നെറ്റ്വർക്ക്, ഇതിനെയൊക്കെ കുറിച്ച് പഠിക്കുന്ന അനാലിസിസ് ആണ് നെറ്റ്വർക്ക് അനാലിസിസ്. എനിക്ക് ഇവിടെ നിന്ന് ഗോവയ്ക്ക് ടൂർ പോകണം. ഇവിടുന്ന് ഞാനൊരു മാപ്പ് ഇട്ടു, ഗോവ എന്ന് സെർച്ച് ചെയ്തപ്പോൾ ഗൂഗിൾ മാപ്പ് എനിക്ക് എന്ത് ചെയ്യും? ഒരു 3-4 വഴികൾ അവിടെ കാണിച്ചു തരും. ഒരു വഴി എന്ത് ചെയ്യും? പ്രിഫർ ചെയ്തും തരും. ആ ഗൂഗിൾ മാപ്പ് പ്രിഫർ ചെയ്ത് തരുന്ന ലൈൻ ഏതായിരിക്കും? മീൻസ് ആ ഒരു റൂട്ട് ഏതായിരിക്കുള്ളൂ? കൂടുതൽ പെട്രോൾ പമ്പ് ഉള്ളത്, ട്രാഫിക് കുറവുള്ളത്, അതേപോലെ എല്ലാം കൊണ്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലൈൻ ആയിരിക്കുള്ളൂ ഗൂഗിൾ മാപ്പ് നമുക്ക് എന്ത് ചെയ്യുന്നത്? അവിടെ പ്രിഫർ ചെയ്ത് തരുന്നത്. അപ്പോൾ അറിഞ്ഞിരിക്കുക, നെറ്റ്വർക്ക് അനാലിസിസിൽ ഈ ലീനിയർ ഫീച്ചേഴ്സ് സച്ച് ആസ് ഇൻക്ലൂഡിങ് റോഡ്, റെയിൽവേ നെറ്റ്വർക്ക്. സോ ഈ റോഡ്, റെയിൽവേ നെറ്റ്വർക്കുകളെയൊക്കെ കുറിച്ച് പഠിക്കുന്ന അനാലിസിസ് ആണ് ഏത്? നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് അറിഞ്ഞിരിക്കുക. ലാസ്റ്റ് പോയിന്റ് ഒന്ന് നോക്കി. ദ പോസിബിലിറ്റീസ് ഓഫ് ദ അനാലിസിസ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ബൈ ടൂറിസ്റ്റ് ടു പ്ലാൻ മാക്സിമം നമ്പർ ഓഫ് അട്രാക്റ്റീവ് ഡെസ്റ്റിനേഷൻ ഇൻ ദ അവൈലബിൾ ടൈം. ഞാൻ പറഞ്ഞ കാര്യം, ഗോവയ്ക്ക് ടൂർ പോകണമെന്ന് പറഞ്ഞ കാര്യമൊക്കെ അവിടെ ആലോചിക്കുക. അപ്പോൾ അതിനെ സഹായിക്കുന്ന റോഡ്, റെയിൽവേ നെറ്റ്വർക്കുകളെ കുറിച്ച് പഠിക്കുന്നതാണ് ഏത് അനാലിസിസ്? നെറ്റ്വർക്ക് അനാലിസിസ്. അപ്പോൾ ഈ ക്ലാസ് അവസാനിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചോദ്യം ഞാൻ ചോദിക്കും, ഏത് അനാലിസിസ് ആണ് എന്നൊന്ന് കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ശൃംഖലാ വിശകലനം അവിടെ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അതിന്റെ മലയാളമാണ് ഈ തന്നിരിക്കുന്നത്. റോഡ്, റെയിൽവേ നെറ്റ്വർക്കുകളെ കുറിച്ചിട്ട് പഠിക്കാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങൾ ലഭ്യമായ സമയത്തിനുള്ളിൽ സന്ദർശിക്കുന്നതിന് ഇത് സഹായിക്കുന്നു. യൂസസ് ഓഫ് GIS ഇമ്പോർട്ടന്റ്. നമ്മൾ റിമോട്ട് സെൻസിങ്ങിന്റെ ഉപയോഗം പഠിച്ചില്ലേ? അതേപോലെ തന്നെ പഠിക്കുന്നു യൂസസ് ഓഫ് GIS, ഭൂവിവര വ്യവസ്ഥയുടെ പ്രയോജനങ്ങൾ. അപ്പൊ എഴുതി വെച്ചോ ഇമ്പോർട്ടന്റ്. ഇതിൽ രണ്ടിൽ ഒരെണ്ണം പരീക്ഷയ്ക്ക് എന്തായാലും ചോദിച്ചിരിക്കും. ഓക്കെ, compile the data from different sources, update and incorporate data easily, conduct a thematic study, represent the geographical features spatially, generate visual models of the future plan based on the data collected, prepare maps, tables and graphs. ഇതെല്ലാം നോക്കണം. ഇതിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 4 പോയിന്റ് എങ്കിലും അവിടെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. 4 പോയിന്റ് എങ്കിലും പഠിച്ചു വെച്ചേക്കണം മിനിമം. ഓക്കെ, ഏറ്റവും ചെറുത് നോക്കി പഠിച്ചാലും വലിയ തെറ്റൊന്നുമില്ല. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 4 പോയിന്റ്സ് അവിടെ പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ഇതിന്റെ മലയാളം പല ഉറവിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ സംയോജിപ്പിക്കുന്നതിന് ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ ഒപ്പം ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കണം കേട്ടോ. പല ഉറവിടങ്ങളിൽ നിന്നുള്ള ഡാറ്റ, അത് വിവരങ്ങൾ സംയോജിപ്പിക്കുന്നതിന്, വിവരങ്ങൾ എളുപ്പത്തിൽ നവീകരിക്കാനും കൂട്ടിച്ചേർക്കാനും, വിഷയാധിഷ്ഠിത പഠനങ്ങൾ നടത്തുന്നതിന്, ഭൂതല സവിശേഷതകളെ സ്ഥാനീയമായിട്ട് പ്രദർശിപ്പിക്കുന്നതിന്, ശേഖരിച്ച വിവരങ്ങൾ ഉപയോഗിച്ച് ഭാവി പ്രതിഭാസങ്ങളും പ്രക്രിയകളുടെയും ദൃശ്യമാതൃകകൾ സൃഷ്ടിക്കുന്നതിന്, ഭൂപടങ്ങൾ, പട്ടികകൾ, ഗ്രാഫുകൾ എന്നിവ നിർമ്മിക്കുന്നതിനായിട്ട് നമ്മളിത് പ്രയോജനപ്പെടുത്താറുണ്ട്. ഏത്? നമ്മുടെ GIS എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ. ഓക്കെ, അപ്പോൾ ഏകദേശം ഇത്രയും കണ്ടന്റുകളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചേക്കാം, കൃത്യമായിട്ട് ആൻസർ അറിയാവുന്നവർ കമന്റ് ചെയ്യാം. നിങ്ങളുടെ നാട്ടിൽ കാലാനുസൃതമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകും. ഓക്കെ, ആ മാറ്റങ്ങളെ കുറിച്ച് പഠിക്കുന്ന അനാലിസിസ് ഏതാണ് എന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യണം. ഓപ്ഷൻ എ ഓവറൽ അനാലിസിസ്, നെറ്റ്വർക്ക് അനാലിസിസ്, ബഫർ അനാലിസിസ് കമന്റ് ചെയ്തേക്കുക. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഇതാ, ഒരു റോഡ്
ആ റോഡിന്റെ വീതി കൂട്ടണം. ആ റോഡ് എന്ത് ചെയ്യണം? അതിന്റെ വീതി കൂട്ടണം. ആ റോഡിന്റെ വീതി കൂട്ടണം എന്നുണ്ടെങ്കിൽ ആ റോഡിന്റെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ടാകും. ആ മാർക്ക് ചെയ്തേക്കുന്ന ആ ഒരു സ്ഥലം, അതിന്റെ ചുറ്റും കാണുന്ന മേഖല, ആ ഒരു സംഭവത്തെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്ന അനാലിസിസ് ചെയ്താൽ റോഡിന്റെ വീതി കൂട്ടണം. അപ്പൊ അതിന്റെ ചുറ്റും നടക്കുന്ന അപ്പുറത്തും ഇപ്പുറത്തും ചിലപ്പോൾ ആൾക്കാർ ഒഴിപ്പിക്കേണ്ടി വരും. അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കും. സോ ആ അനാലിസിസ് ഏതാണ്? ഓപ്ഷൻ എ നെറ്റ്വർക്ക് അനാലിസിസ്, ബഫർ അനാലിസിസ്, ഓവർലേ അനാലിസിസ്. ഇതിൽ ഏതാണ് എന്നുള്ളത് 1, 2 എണ്ണത്തിന്റെ ഈ 2 ചോദ്യത്തിന്റെ ആൻസർ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ എല്ലാ മക്കളും നല്ല ഉഷാറായിട്ട് പഠിക്കുക. ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാകും. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. മാക്സിമം പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. മറ്റൊരു ചാപ്റ്ററിന്റെ ഇതേപോലെ ഇമ്പോർട്ടന്റ് ചോദ്യങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. സോ അതുവരെ